ഹലോ എവരി വൺ, വെൽക്കം ടു നിയോ ഹോം ട്യൂഷൻ. നമുക്കറിയാം, നമ്മളിപ്പോൾ നിയോ ഹോം ട്യൂഷൻ്റെ ക്ലാസ്സുകളാണ് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വൈകാതെ തന്നെ നമ്മൾ അത് ആപ്പിലോട്ട് നമ്മൾ മാറും. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ അത് ആപ്പിലേക്ക് മാറിയ ശേഷം ഒരുപാട് ക്ലാസ്സസ് നിങ്ങൾക്ക് അതിലൂടെ കിട്ടും. അപ്പോൾ നിലവിലുള്ള നിങ്ങളുടെ ഈ ട്യൂഷൻ്റെ പേജ് നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എത്തിച്ചു കൊടുക്കുക. കൊമേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. വലിയ പ്രഗത്ഭരായിട്ടുള്ള കോളേജിലെ പ്രൊഫസേഴ്സൊക്കെയാണ് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കിത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. നേരത്തെ പറഞ്ഞല്ലോ, ഒരു AI ടൂളുള്ളൊരു ആപ്പാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്പിൽ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുവരുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ധാരണ കിട്ടും എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ഇത് മാത്രമല്ല, കോമേഴ്സ് മാത്രമല്ല, ബയോളജിയും കമ്പ്യൂട്ടറും അതേപോലെ 8, 9, 10 ക്ലാസ്സുകളിൽ സ്റ്റേറ്റിലും CBSEയിലുള്ള കുട്ടികൾക്കുള്ള എല്ലാ ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് കൂടുതൽ ഗുണം ചെയ്യാനുള്ളത്. ഓക്കെ, ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ നേച്ചറും അതിൻ്റെ സിഗ്നിഫിക്കൻസും എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, മാനേജ്മെൻറ്റ് എന്നുള്ളത് എളുപ്പത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ വിത്ത് അതേഴ്സ്, ഇല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ സ്ഥാപനം അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ ഒന്നിച്ചൊരു കല പോലെ ചെയ്യുന്നൊരു പ്രോസസ്സിനാണെന്ന് പറയാം മാനേജ്മെൻറ്റ് എന്ന് പറയാം. എളുപ്പത്തിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി. എന്താ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്? എളുപ്പത്തിൽ പറഞ്ഞു തരാമെന്നുണ്ടെങ്കിൽ, എഫിഷ്യൻസി എന്നുള്ളത് കാര്യക്ഷമതയാണ്, എഫക്റ്റീവ്നെസ് ഉള്ളത് അത് എഫക്റ്റീവ് ആവുക. ഓക്കെ, ഉദാഹരണത്തിന് നിങ്ങളൊരു ഹോംവർക്ക് എഴുതി നിങ്ങളതുകൊണ്ട് സ്കൂളിലേക്ക് സബ്മിറ്റ് ചെയ്തില്ല, അത് എഫിഷ്യൻ്റ് ആണ്, ഇറ്റ് നോട്ട് എഫക്റ്റീവ്. ഓക്കെ, ക്ലിയർ. ദെൻ നിങ്ങൾ ഹോംവർക്ക് എഴുതിയില്ല, നിങ്ങൾ കുട്ടികളുടെ നോട്ട് നോക്കി ഹോംവർക്ക് പകർത്തി സബ്മിറ്റ് ചെയ്തു, ഇറ്റ്സ് നോട്ട് എഫിഷ്യൻറ്റ് ബട്ട് ഇത് എഫക്റ്റീവ്. ഇതാണ് എന്ത്, എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും തമ്മിലുള്ള വ്യത്യാസം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ദെൻ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഓക്കെ, അതായത് നമ്മൾക്കറിയാലോ, ബിസിനസ് പറയുമ്പോൾ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അല്ലേ. നമുക്ക് ചില ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് പോകും. ഓക്കെ, ദെൻ മാനേജ്മെൻറ്റ് ഇസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സ് അല്ലേ. നമുക്കറിയാലോ, മാനേജ്മെൻറ്റ് എന്നുള്ളത് ഒരു ലക്ഷ്യത്തിലേക്കുള്ള വഴിയാണല്ലേ. നമുക്ക് പലപ്പോഴും നമ്മൾ കേട്ടിട്ടില്ലേ, ഒരു ലക്ഷ്യത്തിലേക്ക് പോകണമെങ്കിൽ ഒരു വഴി വേണമെന്ന്. അപ്പോൾ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുള്ള ഒരു വഴിയാണ് എന്ത്, ഈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സ്. മാനേജ്മെൻറ്റ് ഇസ് എ ഓൾ പെർവസീവ്. മാനേജ്മെൻറ്റ് എന്നുള്ളത് ഓൾ പെർവസീവ് ആണ്. പെർവസീവ് എന്ന് പറഞ്ഞാൽ ലോകവ്യാപകമായിട്ടാണ് എന്ത് കാണപ്പെടുക, ഈ മാനേജ്മെൻറ്റ് കാണപ്പെടുക. എല്ലാവിടെയും മാനേജ്മെൻറ്റ് ഉണ്ട്, ലീഡർഷിപ്പ്, അതുപോലെ മാനേജ്മെൻറ്റ് ഇല്ലാത്തൊരു പ്ലേസും ഇല്ല, എല്ലാവിടെയും എന്തുണ്ട്, മാനേജ്മെൻറ്റ് ഉണ്ട്. ഓക്കെ, മാനേജ്മെൻറ്റ് ഈസ് എ മൾട്ടി ഡയമെൻഷണൽ അല്ലേ. മാനേജ്മെൻറ്റ് എന്നുള്ളത് മൾട്ടി ഡയമെൻഷണൽ, അതായത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ആര് ചെയ്യുന്നുണ്ട്, മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റീസ് നമ്മുടെ ഈ മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ മാനേജ്മെൻറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്സാണ്, അത് സ്റ്റോപ്പില്ല, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എന്തുകൊണ്ടേക്കും, പോയിക്കൊണ്ടേയിരിക്കും. അത് ഇറ്റ് കനോട്ട് ബി സ്റ്റോപ്പ്, അത് എന്തില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സിൽ ചെറുതായിട്ടൊന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റിൽ 3 ഒബ്ജക്റ്റീവ്സാണ് ഉള്ളത്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, സോഷ്യൽ ഉണ്ട്, പേഴ്സണൽ ഉണ്ട്. 3 ഒബ്ജക്റ്റീവ്സാണ് ഉള്ളത്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ അത് 3ആയിട്ട് ഡിവൈഡ് ചെയ്യും: എക്സിസ്റ്റൻസ്, പ്രോഫിറ്റ്, ഗ്രോത്ത്. എന്താണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് ചോദിച്ചാൽ, ഒരു ഒബ്ജക്റ്റീവ്സ് ഓരോ ഓർഗനൈസേഷൻ സെറ്റ് ചെയ്യുക. ആ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളതിൽ പ്രവർത്തിക്കാനുള്ള എഫേർട്ടും കാര്യങ്ങളൊക്കെ അതിലേക്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ അതിന് എന്തുണ്ടാക്കും, നല്ല റിസൾട്ട് ഉണ്ടാക്കും. അതാണെന്ത്, പ്രോഫിറ്റ്, അതുപോലെ ഗ്രോത്തും, അതൊക്കെ അതിൻ്റെ റിസൾട്ട്സാണ്. ഓക്കെ, ഇതാണെന്ത്, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയാം. ഓക്കെ, ദെൻ വേറൊരു അതിൻ്റെ ഗ്രോത്ത്, അതേപോലെ നമ്മൾ സക്സസ് ആവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ്.
തന്നെ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, 3 ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റാണ് ഉള്ളത്. ടോപ്പ് ലെവല്, മിഡിൽ ലെവല്, ലോവർ ലെവല്. ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞാൽ CEO, MD പോലുള്ള ആളുകൾ വർക്ക് ചെയ്യുന്ന പ്രോസസ്സ്. മിഡിൽ ലെവൽ എന്ന് പറഞ്ഞാൽ HOD, ബ്രാഞ്ച് മാനേജേഴ്സ് തുടങ്ങിയിട്ടുള്ള ആളുകൾ. ലോവർ ലെവൽ പറഞ്ഞാൽ സൂപ്പർവൈസേഴ്സ്, അതേപോലെ ഓഫീസേഴ്സ് തുടങ്ങിയിട്ടുള്ള ആൾക്കാർ. ഇത്രയാണ് നമ്മൾക്ക് ഇന്ന് ബിസിനസ്സിലൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇതൊരു ആപ്പിലേക്ക് നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ ആപ്പിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ക്ലാസ്സുകളൊക്കെ എല്ലാം കറക്റ്റായ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.